ഡിസാസ്റ്റർ ടൂറിസം അനുവദിക്കാനാകില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അനാവശ്യമായി ദുരിതമേഖലയിലേക്ക് ആളുകൾ വരുന്നത് അംഗീകരിക്കാനാകില്ല. അത്തരം ആളുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. അനാവശ്യ സന്ദർശനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ആളുകൾ വളരെ നല്ല മനസ്സോടുകൂടി എല്ലാ സഹായത്തിനും തയ്യാറായി നിൽക്കുകയാണ്. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിലുള്ളവർ സോഷ്യൽ മീഡിയ വഴിയും മറ്റും, നമ്മുടെ നാട്ടിലുള്ളവർ ശാരീരികമായും വോളണ്ടിയർ പ്രവർത്തനത്തിനും മറ്റുമൊക്കെ തയ്യാറായി വരികയാണ്. അവരുടെ നല്ല മനസ്സ് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പറ്റില്ല. എന്നാൽ ഇപ്പോഴൊരു പ്രശ്നം, ആളുകൾ ഇവിടേക്ക് വെറുതെ സ്ഥലങ്ങൾ കാണാൻ വരുന്ന നിലയിലേക്ക് വരുന്നൊരു പ്രശ്നമുണ്ട്. വേണമെങ്കിൽ അതിനൊരു ഡിസാസ്റ്റർ ടൂറിസം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആളുകൾ വന്ന് ഈ സംഭവം ദുരന്തം നടന്ന സ്ഥലത്ത് വന്ന് കണ്ട് പോകുന്നൊരു സ്ഥിതിയാണ്. ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സാമൂഹിക പ്രവർത്തകരും മറ്റ് സ്ഥാനങ്ങളിലിരിക്കുന്നവരും ജനപ്രതിനിധികളൊക്കെ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ അങ്ങനെ വരുമ്പോൾ തന്നെ അതിന് നമ്മൾ പൊതുവേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടാണ്, ആളുകളുടെ എണ്ണം ഒക്കെ കുറച്ചിട്ടാണ് വരേണ്ടത്. എന്നാൽ ഇവിടെ വരിക, സ്ഥലം കാണുക, അത് ഫോട്ടോ പകർത്തുക, വീഡിയോയിലെടുക്കുക എന്നുള്ള നിലയിലേക്ക് പല ഭാഗത്തുനിന്നും ആളുകൾ വരുന്നു. എന്ന് മാത്രമല്ല, ഇതിൻ്റെ സമീപ പ്രദേശത്തുള്ള ആളുകൾ, ഒഴിഞ്ഞുപോയ വീടുകളിൽ ഉൾപ്പെടെ ആളുകൾ വന്ന് വീഡിയോ പകർത്തുന്ന സ്ഥിതിയുണ്ട്. ക്യാമ്പുകളിലും ചില പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ക്യാമ്പുകളിൽ വോളണ്ടിയർമാരൊക്കെ നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും ക്യാമ്പുകളിലേക്ക് ആളുകൾ കയറി വരുമ്പോൾ, നമ്മൾ ഈ നല്ല മഴയാണല്ലോ, ഈ ചെരുപ്പും ഇതൊക്കെ ചളിയൊക്കെ ചവിട്ടിയിട്ടാണ്. നമ്മുടെ വീട് പോലെയാണല്ലോ ക്യാമ്പിൻ്റെ ഓരോ മുറിയും, അതിൻ്റെ ഉള്ളിലേക്ക് ചവിട്ടി കയറുന്നു, ഫോട്ടോ എടുക്കുന്നു. എല്ലാവരും അങ്ങനെയാണെന്ന അഭിപ്രായം ഞാൻ പറയുന്നത് ഒരു മൈക്രോ മൈനോറിറ്റിയാണ്. അപ്പോൾ അതിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഡിസാസ്റ്റർ ടൂറിസം ഒരു തരത്തിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല.